നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു ശത്രുദോഷത്തെക്കുറിച്ചാണ്. ഒരുപാട് പേര് വളരെ ഭയപ്പാടോടുകൂടി ചോദിക്കുന്നൊരു ചോദ്യമാണ്, ശത്രുദോഷത്തെ എപ്പോഴാണ് നമ്മൾ ഭയപ്പെടേണ്ടത്, അല്ലെങ്കിൽ ശത്രുദോഷത്തെ നമ്മൾ ഭയപ്പെടണോ? ഞാൻ ഈ ശത്രുദോഷത്തിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരുപാട് പേര് ചോദിക്കുന്നതിനും കാരണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ശത്രുദോഷം, അതിനെ എപ്പോഴാണ് നമ്മൾ ഭയപ്പെടേണ്ടത്? അതായത് ശത്രുദോഷം എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കുന്നു നമ്മളും മറ്റൊരാളും തമ്മിൽ ഏതെങ്കിലും വിധത്തിലൊരു വാക്കുതർക്കം ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഒരു വൈരാഗ്യം മറ്റൊരു വിധത്തിൽ ഉണ്ടാകുകയോ അതിൽ വസ്തുതർക്കങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുകയോ ചെയ്താൽ മാത്രമാണല്ലോ നമുക്ക് ശത്രുദോഷം വരുന്നത്. അങ്ങനെ നമുക്ക് ആരോടും ഒരു വിരോധവുമില്ല, ആരോടും ഒരു പ്രശ്നങ്ങളുമില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് ശത്രുദോഷം? അത് വരില്ല എന്നാണ് പലരും പറയുന്നത്. അതായത് എന്നെപ്പോലുള്ളവരടുത്ത് പോയിട്ട് ബുദ്ധിമുട്ടുകൾ വരും, പലർക്കും വരുമ്പോൾ പോയി നോക്കും എന്താണ് പ്രശ്നം. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ശത്രുദോഷമുണ്ട് എന്ന് കൃത്യമായി കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുത്താൽ അവർ പറയുന്നത്, അതിന് ഞങ്ങൾക്ക് ആരോടും ഒരു ശത്രുതയില്ല, ഞങ്ങൾ ആരോടും പിണങ്ങാറില്ല, ആരെയും ഞങ്ങൾ വിഷമിപ്പിക്കാറില്ല, ആരുടെ ഒരു മുതൽ തട്ടിപ്പറിക്കാറില്ല, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ശത്രുദോഷം വരുന്നത് എന്നാണ് പലരുടെയും ചോദ്യം. ഏറ്റവും തെറ്റായ ഒരു ധാരണയാണത്. അതായത് നമ്മളൊരാളെ വിഷമിപ്പിച്ചാലോ അയാളോട്ട് വഴക്കടിച്ചാലോ അയാളുടെ സമ്പത്ത് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചാലോ മാത്രമല്ല നമുക്ക് ശത്രുദോഷം വരുന്നത്. അതിനേക്കാൾ ഉപരി നമ്മൾ നന്നായി ജീവിക്കുന്നത് കണ്ടാൽ അതിൽ അസൂയപ്പെട്ടിട്ട് ആണ് ഏറ്റവും കൂടുതൽ ശത്രുദോഷങ്ങൾ വരുന്നത്. നമ്മൾ ചിലപ്പോൾ വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയി ജീവിച്ചിരുന്നവരായിരിക്കാം. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉയർന്ന് മുന്നോട്ട് വരും. ഈ വരുന്ന സമയത്തിന് മറ്റുള്ളവർക്ക് താങ്ങാൻ സാധിക്കില്ല. മറ്റുള്ളവരെക്കാളും സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കുകയോ നമ്മളൊരു കാറ് വാങ്ങിക്കുകയോ നമ്മുടെ കുട്ടികൾ നന്നായി പഠിച്ച് ഒരു ജോലി കിട്ടുകയോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക് കൂടുതൽ കിട്ടുകയോ ഒക്കെ ചെയ്താൽ മതി. മറ്റുള്ളവന് നമ്മുടെ വസ്തുവിൽ ഒരു കണ്ണുണ്ട്, അതവൻ ചോദിക്കുന്നു, നമ്മൾ സമ്മതിക്കുന്ന കാര്യം നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചതല്ലേ, നമുക്കൊരു വിരോധവും ഇല്ല, നമ്മൾ സന്തോഷത്തോടെ അത് പറ്റില്ല എന്ന് പറയുന്നു. ഇത്രയൊക്കെ മതി ഒരാൾക്ക് ശത്രുദോഷം ഉണ്ടാകാൻ. അതുപോലെ തന്നെയാണ് ഒരു വ്യവസായം, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ, അയാൾ നന്നായി ബിസിനസ് ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് തൊട്ടടുത്തുള്ള പലർക്കും അങ്ങേരോടൊരു വിരോധം ഉണ്ടാകാം. പ്രത്യേകിച്ചും ഒരേ ബിസിനസ് ചെയ്യുന്നവർ തമ്മിൽ ഭയങ്കര പോരടിയുണ്ട്, രാഷ്ട്രീയക്കാർ തമ്മിൽ, അതുപോലുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എല്ലാവരുടെ ഇടയ്ക്കും പരസ്പരം കണ്ടാലും ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അളിയാന്നൊക്കെ വിളിച്ച് ആശ്ലേഷവും കാര്യങ്ങളും അന്വേഷണമൊക്കെ ആയിരിക്കാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുപോലുള്ള ശത്രുതകൾ മറഞ്ഞിരിപ്പുണ്ട്. ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. എന്തിനു പറയുന്നു, വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ മക്കൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടികളോട്, മരുമക്കളോട് കാണിക്കുന്ന ശത്രുത ഞാൻ ഒരുപാട് വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഞാൻ പരിഹരിക്കാൻ പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജീവൻ വരെ നഷ്ടപ്പെട്ടിട്ടുള്ള മരുമക്കൾ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ശത്രുദോഷമെന്ന് പറഞ്ഞാൽ മനുഷ്യനിടയ്ക്ക് സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞു. ഇത് ഇത്രയും വളരാനൊരു കാരണം, നമുക്കൊരാളോടൊരു വിരോധം തോന്നി, അത് അതേപടി നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ അയാളെ നശിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാടുണ്ട് എന്നുള്ളതാണ്. വളരെ പ്രചാരം നേടിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇന്നുണ്ട്. അവിടെ ചെന്നാൽ വരുന്നവരെല്ലാം, ഞാൻ ഇതിനിടയ്ക്ക് നമ്മുടെ കേരളത്തിലുള്ള ഒരു ക്ഷേത്രത്തിൽ ഞാൻ പോയി നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. വരുന്നതെല്ലാം മറ്റുള്ള സംസ്ഥാനത്തിൽ നിന്നുള്ള മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും അതുപോലുള്ള സിനിമാക്കാരും ഒക്കെയാണ് വരുന്നതെല്ലാം ഇതിന് വേണ്ടിയിട്ടാണ്. അവർ കൊടുക്കുന്ന കെട്ടുകണക്കിന് നോട്ടാണ് കൊണ്ടിട്ട് കൊടുക്കുന്നത്. കാരണം എന്താണ്? ഫലം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. വെറുതെ ഒന്നും ആരും പോകത്തില്ലല്ലോ. അപ്പം ചെന്നാൽ കാര്യം ഉറപ്പ്. ഒരാളെ രക്ഷിക്കുന്നതിലല്ല, ഒരാളെ നശിപ്പിക്കുന്നതിൽ. അതാണ് ശത്രുദോഷം. അപ്പോൾ ശത്രുദോഷം നമുക്ക് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരാളോടും വിരോധം കാണിക്കണ്ട, ഒരാളുടെ വസ്തുക്കൾ തട്ടിപ്പറിക്കാൻ പോകണ്ട, ഒരാളെ പള്ളു വിളിക്കണ്ട, അടിക്കണ്ട, ഒന്നും ചെയ്യണ്ട. നന്നായി ജീവിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെടുന്നു, ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ചും കുന്താലി കളച്ചും ഒക്കെ നമ്മൾ ജീവിക്കുന്നു എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മുടെ കുട്ടി പഠിച്ചു നല്ലൊരു നിലയിലേക്ക് എത്തിയാൽ അത്രയും മതി. എന്തിനു പറയുന്നു?
ഒരു ലോട്ടറി അടിച്ചാൽ മതി, ശത്രുദോഷം വരാൻ വേറെ വഴിയൊന്നും വേണ്ട. അപ്പോൾ ഈ ശത്രുദോഷം നമ്മളിലേക്ക് വന്നാൽ അത് എപ്പോഴാണ് ശക്തമാകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശത്രുദോഷം എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ അത് ശക്തമാണ്. അത് വന്നാൽ നമ്മുടെ ഐശ്വര്യത്തെ കൊണ്ടേ പോവുള്ളൂ. നമ്മുടെ ജീവനെ വരെ നശിപ്പിക്കുന്ന ശത്രുദോഷങ്ങളുണ്ട്, പല വിധത്തിലാണ്. നമുക്ക് കൂടുതൽ, അതായത് തീർത്തും മദ്യപാനശീലമുണ്ടായി ജീവിതത്തിലുള്ള സർവ്വ ഐശ്വര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലും, ഭ്രാന്ത് പിടിക്കുന്ന വിധത്തിലും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിച്ചു പിരിയുന്ന വിധത്തിലും, നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പിന്നീട് ഒട്ടും പഠിക്കാതെയും ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന വിധത്തിലും ഒക്കെ ഉള്ള ദോഷങ്ങൾ, നമ്മുടെ ബിസിനസ്സാണെങ്കിൽ ബിസിനസ് പിന്നെ ഒട്ടും നടക്കാതെ പൂർണ്ണമായും തകർന്നടിഞ്ഞു പോകുന്ന വിധത്തിലും, നമ്മൾ വർക്ക് ചെയ്യുന്ന ഏത് മേഖല ആയാലും ആ മേഖലയിൽ നമുക്ക് പിന്നെ ഒരു ചാൻസും കിട്ടാതെ ഒരു രൂപ പോലും സമ്പത്ത് വരാതെ പോകുന്ന വിധത്തിലൊക്കെയാണ് ഈ ശത്രുദോഷങ്ങൾ സാധാരണഗതിയിൽ മനുഷ്യരിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ തുടക്കമേ മിക്ക ആൾക്കാർക്ക് അറിയാൻ സാധിക്കും. കാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിസിനസ്സിൽ പെട്ടെന്നൊരു തകർച്ച വരുന്നു. നമ്മൾ ശ്രദ്ധിക്കുക, പല കാരണങ്ങൾ കൊണ്ടും സാങ്കേതികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടും വരാം. പക്ഷെ അതൊന്നും അല്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പഠനത്തിൽ പുറകിലോട്ട് പോകുക. നേരത്തെ ഞാൻ പറഞ്ഞ കാരണങ്ങൾ വരികയാണെങ്കിൽ ശ്രദ്ധിക്കാൻ നിങ്ങളിലേക്ക് ശത്രുദോഷം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തുടക്കം എവിടെ നിന്നാണ്, എന്താണ്, വന്നിട്ടുണ്ടോ, ഇതൊന്നും അന്വേഷിക്കാൻ നമ്മൾ പോകാതെ, ഇപ്പോൾ ശത്രുദോഷം വരണം അല്ലെങ്കിൽ വരുന്നവരെ നമ്മൾ കാത്തിരിക്കാതെ ഭദ്രകാളി ക്ഷേത്രത്തിലോ നരസിംഹസ്വാമി ക്ഷേത്രത്തിലോ നമ്മൾ പോയി തൊഴുതു പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോയിട്ട്, ഒരു ശത്രു നമുക്കില്ലെങ്കിൽ പോലും ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ശത്രു സംഹാരാർച്ചന ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഭദ്രകാളി മാത്രമല്ല, ഭദ്രകാളി, ചാമുണ്ഡി ദേവി, കരിങ്കാളിയമ്മ എന്നൊക്കെ പറയുന്ന ഭദ്രകാളി അമ്മയുടെ ഭാവങ്ങൾ തന്നെയാണ്. ഭദ്രകാളി ദേവി ഉടലെടുത്തത് തന്നെ ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ആ മേടനടയിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ കറുത്തവാവ് ദിവസങ്ങളിലോ, അതായത് അമാവാസി ദിവസങ്ങളിലോ പോയി നമ്മുടെ നാളും പേരും പറഞ്ഞിട്ട്, ഗ്രഹനാഥൻ്റെ നാളും പേരും പറഞ്ഞിട്ട് ശത്രു സംഹാരാർച്ചന ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ശത്രുദോഷമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനു ചെയ്യുന്നു എന്ന് ചോദിക്കും. അതാണ് പറഞ്ഞത്, ശത്രുദോഷത്തെ നമ്മളെപ്പോൾ പേടിക്കണമെന്ന് ചോദിച്ചാൽ, ശത്രുദോഷം ഇല്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മളോ നമ്മളെ സന്തതികളോ ഒന്ന് ഉയരുകയോ, നമ്മളൊരു കാർ വാങ്ങിക്കുകയോ, ഒരു ഭൂമി വാങ്ങിക്കുകയോ, നല്ലൊരു വീട് വയ്ക്കുകയോ, എന്തിനു പറയുന്നു, പഴയ വീടായിരുന്നു, പെയിൻ്റ് അടിക്കാൻ പോലും നിവൃത്തിയില്ല, എവിടെ നിന്ന് ഇത്ര പൈസ കിട്ടി, നമ്മൾ നല്ല രീതിയിൽ കളർ അടിച്ചാൽ മതി, ശത്രുദോഷം നമ്മളിലേക്ക് വരും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സമയത്തിന് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഒരു ദിനചര്യ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കണക്കാക്കിക്കൊണ്ട് മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഭദ്രകാളി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭദ്രകാളി ഭാവമുള്ള ക്ഷേത്രങ്ങളിൽ, അതായത് ഭദ്രകാളി ക്ഷേത്രം, ചാമുണ്ഡി ദേവി ക്ഷേത്രം, കരിങ്കാളിയമ്മ ക്ഷേത്രം, രക്തേശ്വരി അമ്മ, നീലിയമ്മ എന്നൊക്കെ പറയുന്നത് കരിങ്കാളി ഭാവങ്ങളായിട്ട് വരുന്നതാണ്. ഈ ക്ഷേത്രങ്ങളിൽ വെളുത്തവാവ് ദിവസമോ കറുത്തവാവ് ദിവസമോ പോയി ശത്രു സംഹാരാർച്ചന ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. ഞാനിത് പറയാൻ കാര്യം, ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. നമുക്കിത് ശത്രുദോഷം നമ്മളിലേക്ക് വന്ന് ഇത് നമ്മളെ പിടിമുറുക്കിയതിന് ശേഷം പിന്നീട് ഈ കാര്യങ്ങൾ കൊണ്ടൊന്നും നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. പിന്നീട് വരുന്നത് വൻ ചെലവും ഒരുപാട് സമയം, നമ്മൾ ദിവസങ്ങളോ ചിലപ്പോൾ മാസങ്ങളോളം നമ്മളിത് കാത്തിരിക്കേണ്ടി വരും. അപ്പോഴത്തേക്കും നമ്മുടെ വന്ന വരവും നമ്മുടെ ഐശ്വര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. പിന്നെ വീണ്ടും ഇത് നമ്മൾ ഒന്നേന്ന് നമ്മളിതിനെ ഉണ്ടാക്കിയെടുക്കണം. അത് ഏറ്റവും വലിയൊരു ബാധ്യതയാണ്, ഏറ്റവും വലിയൊരു സംഭവമാണ്. അതൊന്നും ചിലപ്പോൾ പിന്നീട് അങ്ങോട്ട് വിജയിക്കാറില്ല. കാര്യം ഇത് ഞാൻ പറയാൻ കാര്യം, ശത്രുദോഷം വന്ന് നശിച്ചു പോയവരൊക്കെ ശത്രുദോഷം മാറിക്കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. പക്ഷെ വീണ്ടും അവർ പഴയ തലത്തിലേക്ക് എത്താൻ ചിലപ്പോൾ വർഷങ്ങളോളം സമയമെടുക്കും. വൻ നഷ്ടമാണ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ഇച്ചിരി നല്ല രീതിയിൽ ജീവിക്കുന്നവർ ആണെങ്കിൽ, നിങ്ങൾക്ക് ഈ ശത്രുദോഷത്തെ ഭയമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച ദിവസമോ അതുപോലെ കറുത്തവാവ് ദിവസങ്ങളിലോ ഭദ്രകാളി ഭാവങ്ങളോ ക്ഷേത്രങ്ങളിലോ നരസിംഹസ്വാമി ക്ഷേത്രത്തിലോ, നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഞാൻ അധികം പറയത്തത് ആ ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. നമുക്ക് സുലഭമായി നമ്മുടെ വീടിൻ്റെ പരിസരത്തുമൊക്കെ കാണുന്ന ഭദ്രകാളി ക്ഷേത്രങ്ങളാണ്. അത് ഏറ്റവും ഉത്തമമാണ്. അവിടെ പോയി നമ്മൾ ശത്രു സംഹാരാർച്ചന ചെയ്യുന്നത് വളരെ 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 നല്ലതാണ്. ഒരുപാട് പേരുടെ ചോദ്യമാണ്. ഇത് വന്നതിന് ശേഷം നമ്മൾ പരിഹരിക്കാൻ പോയാൽ
കാശ് പോകും. അതിനോടൊപ്പം നമുക്ക് പെട്ടെന്നൊന്നും ആ പരിഹാരത്തിൽ നിന്നും രക്ഷപ്പെട്ടാൽ പോലും പഴയ അവസ്ഥയിലേക്ക് എത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് പിന്നെ തിരിച്ചു വരാനേ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ശത്രുദോഷങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. നമ്മൾ ആരെയും വെറുപ്പിക്കണ്ട, ആരെയും വിരോധപ്പെടുത്തണ്ട, ആർക്കും ഒരു അടി പോലും കൊടുക്കണ്ട. നമ്മൾ നന്നായാൽ മാത്രം മതി. നമ്മളിലേക്ക് ശത്രുദോഷങ്ങൾ ഓടി 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 ക്യൂ ആയിട്ട് വരും. അതിനൊരു സംശയവും വേണ്ട. അതാണ് ഇന്നത്തെ നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ വിശ്വസിക്കേണ്ടുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റിനും ഉണ്ടാകാറുണ്ട്. ഞാൻ പോയി പരിഹരിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഞാനിത് അവതരിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ ദോഷത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചും ഇതിനെങ്ങനെ പ്രതിരോധിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ ഇതുപോലുള്ള ശത്രുദോഷങ്ങളോ സർപ്പദോഷങ്ങളോ മറ്റെന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. പൂർണ്ണമായും കണ്ടുപിടിക്കാൻ അത് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ വിളിച്ചോളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഏത് ജില്ലയിലാണെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ സമയക്രമം അനുസരിച്ച് ഞാൻ തന്നെ നേരിട്ട് അവിടെ വന്ന് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. അതിനും നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാണ് ബുക്ക് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്ന് നോക്കാനുള്ള സംവിധാനമുണ്ട്. അതിന് നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. അങ്ങനെ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.